നീ എന്തിനാടാ റോഡിൽ പാവരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. ഇതൊരു സിനിമയിലെ ഡയലോഗാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സിനിമയാണ്, എല്ലാവരും കണ്ട സിനിമയാണ്. ഇത്തരത്തിൽ ഇന്ന് പാലക്കാട് IMA ജംഗ്ഷനിൽ ഒരു സ്ത്രീ നിസ്കാരത്തുണി വിരിച്ച് നിസ്കരിച്ചു റോഡിൻ്റെ നടുക്ക്, ട്രാഫിക് ബ്ലോക്ക് ചെയ്ത്. പലരും പറഞ്ഞു അത് മതഭ്രാന്താണ്, മതം തലക്കി പിടിച്ചതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നു അതൊരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയാണ്. നടു റോഡിൽ അവർ ഈ നിസ്കാര പ്രഹസനം നടത്താൻ കാരണം ഭക്തിയല്ല. അവരുടെ ഭർത്താവ് മരിച്ച ശേഷം ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ചെയ്ത നിയമപരമായ കൊള്ളയാണ്. നിയമപരമായ കൊള്ള. ഇതെങ്ങനെയാണ് നിയമപരമായ കൊള്ളയാകുന്നത്? പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇതൊരു മതവിരുദ്ധ വീഡിയോ അല്ല, ബോധമില്ലാത്ത നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ്. ഞാനൊരു സത്യം പറയാം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേൾക്കുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ഭാര്യയ്ക്ക്, അതായത് ഒരു മുസ്ലിം സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ 8/1 4/1 മാത്രം കിട്ടുന്നത്? എങ്ങനെയാണ് ഭർത്താവിൻ്റെ സഹോദരന്മാരും അവരുടെ ആൺമക്കളുണ്ടെങ്കിൽ അവരും ഒക്കെ ഈ സ്വത്തിൽ അവകാശികളാകുന്നത്? പക്ഷെ ചോദിക്കാൻ ഓപ്ഷനില്ല. പുരുഷന്മാർ എഴുതിയുണ്ടാക്കിയ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ ഇത്തരം മത നിയമങ്ങളെ ചോദ്യം ചെയ്താൽ അത് മതനിന്ദയാവും. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ മതത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മതകേന്ദ്രീകൃതമായി ഒരു പ്രത്യേക നിയമം ഒരു മതവിഭാഗത്തിന് മാത്രം ഉള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്വത്തിന്റെ അവകാശങ്ങൾ കൈമാറി വരുന്നത് സാധാരണ എങ്ങനെ വരുന്നോ അങ്ങനെ തന്നെ വരണം. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ പെൺമക്കളായതുകൊണ്ട് അവർക്ക് സ്വത്ത് അവകാശമില്ല അല്ലെങ്കിൽ അവകാശം കുറവാണെന്ന് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഈ നൂറ്റാണ്ടിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റോഡ് ബ്ലോക്ക് ചെയ്തു, അത് തെറ്റാണ്. സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്നുള്ളത് വളരെ തെറ്റായ കാര്യമാണ്. പക്ഷേ അവരോട് ചോദിച്ചോ അവരെന്തിനാണ് റോഡ് ബ്ലോക്ക് ചെയ്തതെന്ന്? അവരുടെ ഗതികേട്, അവരുടെ നിസ്സഹായാവസ്ഥ, അവരെ ഏതെങ്കിലും കാര്യത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സഹായം ചെയ്യാൻ സമൂഹത്തിൽ ആരെല്ലാം അന്വേഷിച്ചോ? എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവരുടെ പ്രശ്നം ഇതാണ്: ഭർത്താവ് മരിച്ചു, സ്വത്തുക്കൾ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ തട്ടിയെടുത്തു, അവർക്ക് സ്വന്തമായിട്ട് സ്വത്തില്ല, അവർക്ക് മക്കളുണ്ടെന്ന് പറയുന്നു. പെൺമക്കളാണോ ആൺമക്കളാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പ്രശ്നം. ഒരു മതം ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന വിലയാണ്.